നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു സൗത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൈസൂർ പാക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൈസൂരാണ് ഇതിൻ്റെ ഒറിജിൻ. കൂടുതൽ ഹിസ്റ്ററി റെസിപ്പി ചെയ്യുന്നതിനോടൊപ്പം പറയാം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യമായി അല്പം കടലമാവ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനോ കടായോ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കുക. പിന്നീട് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. അരിപ്പൊടിയൊക്കെ വറക്കുന്ന പോലെ നന്നായിട്ട് വറക്കണമെന്നില്ല. ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. തീ കൂട്ടി വയ്ക്കരുത്. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനും മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഏകദേശം ഒരു 3 മിനിറ്റ് ആയി കഴിയുമ്പോൾ കടലമാവിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് വരും. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ ഇത് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ കരിഞ്ഞു പോകും. മൈസൂർ പാക്ക് ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ്. ഞാനിവിടെ 1.5 കപ്പ് നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുകി കിട്ടാൻ പാകത്തിനെ ചൂടാക്കാവുള്ളൂ. ഓവറായിട്ട് ചൂടാക്കരുത്. 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്താലും മതി. ഇനി വറുത്തെടുത്ത കടലമാവിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യുടെ പകുതി, അതായത് 1/4 കപ്പ് നെയ്യ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. കടലമാവ് കട്ടയൊന്നും പിടിക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ആവശ്യമെങ്കിൽ ഇതുപോലൊരു വിസ്ക് ഉപയോഗിക്കാവുന്നതാണ്. മൈസൂർ പാക്കിൻ്റെ മെയിൻ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അത് റെഡിയാക്കിയതിന് ശേഷം സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള ട്രേ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ട്രേ തന്നെ വേണമെന്നില്ല, ഒരു സ്റ്റീൽ പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ അടിയിൽ അല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട്. മൈസൂർ പാക്ക് ഇതിൽ നിന്നും എളുപ്പത്തിൽ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നെയ്യ് പുരട്ടിയിരിക്കുന്നത്. നെയ്യോടൊപ്പം തന്നെ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാച്ച്മെൻറ്റ് പേപ്പർ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ മൈസൂർ പാക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിൽ നിന്നും വിട്ടുകിട്ടും. ഇനി നമുക്ക് മൈസൂർ പാക്കിൻ്റെ മെയിൻ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഒരു കടായിലോ പാനിലോ 1.5 കപ്പ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യുക. പിന്നീട് ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഈ പഞ്ചസാര മുഴുവൻ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈസൂരിൽ 1935 ആദ്യമായിട്ട് മൈസൂർ പാക്ക് തയ്യാറാക്കപ്പെട്ടത്. അക്കാലത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വോദിയാർ ഒരു ഭക്ഷണപ്രിയനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യൂസിൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാലസിൽ ഒരു വലിയ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അവിടുത്തെ ചീഫ് ഷെഫായ കാക്കസുര മാതപ്പയാണ് ആദ്യമായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കിയതും റോയൽ താലിയോടൊപ്പം രാജാവിന് വിളമ്പിയതും. അന്ന് അദ്ദേഹം ഉണ്ടാക്കിയത് അകത്ത് ചെറിയ ഹോളുകളോട് കൂടിയ കട്ടിയുള്ള മൈസൂർ പാക്കായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ അതിന് പല പരിണാമങ്ങളും സംഭവിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് വ്യാപകമായത്. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുക. കൃത്യം 2 മിനിറ്റ് നേരം കൂടി തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഉടൻ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കടലമാവ് നെയ്യിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിക്കുക. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്ക് നിർത്താനേ പാടില്ല. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. 2 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ചേർത്ത നെയ്യ് പൂർണ്ണമായിട്ടും ഈ കടലമാവ് വലിച്ചെടുത്തിട്ടുണ്ട്. കൃത്യം 2 മിനിറ്റിന് ശേഷം ബാലൻസ് ഉള്ള 1/4 കപ്പ് നെയ്യിൽ നിന്നും 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക. ഇളക്ക് നിർത്തരുത്. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം കൂടി ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒഴിച്ച ഈ 1/4 കപ്പ് നെയ്യും കടലമാവ് വലിച്ചെടുക്കും. പിന്നീട് വീണ്ടും 1/4 കപ്പ് നെയ്യ് കൂടി ചേർക്കുക. 1 മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കുക. നമുക്ക് കാണാം ആ നെയ്യും കടലമാവ് വലിച്ചെടുത്തു. അവസാനമായി ബാലൻസ് ഉള്ള 1/4 കപ്പ് നെയ്യ് കൂടി ചേർത്ത് വീണ്ടും ഇളക്ക് തുടരുക. ഇത്തവണ 1 മിനിറ്റിന് പകരം 2 മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത്. 2 മിനിറ്റിന് ശേഷം ഉടൻ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിക്കുക. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂർ നേരമെങ്കിലും വെച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടി വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.